ترتجل بصوت وخيل فما لك في الأرض درب صحيح. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. എല്ലാത്തിലും ധൃതി അങ്ങനെ നല്ലതല്ല. അലജലത്തു മിനശ് ശൈത്താൻ. ഈ ധൃതി പൈശാചികമായിട്ട് വരുന്ന കോലങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഹാത്തം ലസം റളിയല്ലാഹു അൻഹു പറയാണ്, ധൃതി അപകടകരമാണ്, ധൃതി മൂലം ദോഷങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ധൃതിയിൽ ചെയ്തു തീർക്കേണ്ട, വളരെ അടിയന്തരമായി അനുഷ്ഠിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരതിഥി വിരുന്നുകാരൻ വീട്ടിൽ വന്നാൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ആവശ്യമായതൊക്കെ എന്താണോ അത് നൽകി വേഗം പറഞ്ഞയക്കണം, അവർക്ക് പോകേണ്ടവരാണെങ്കിൽ. 2, മരിച്ചാൽ പെട്ടെന്ന് സംസ്കരിക്കണം. അപ്പോൾ മരണപ്പെട്ടവരെ ഇങ്ങനെ കുറേ നേരം വെച്ച് അല്ലെങ്കിൽ 1-2 ദിവസം നീട്ടി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, സംസ്കരിക്കുക എന്നുള്ളതാണ് ഉത്തമം. 3, വിവാഹപ്രായം എത്തിയാൽ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാമല്ലോ. 4, കടം വാങ്ങിയത് കഴിവതും വേഗം വീട്ടണം. അങ്ങനെ വെച്ച് നീട്ടേണ്ടതില്ല, കടമിടപാടാണല്ലോ, ഹക്കിടപാടാണ്. 5, തെറ്റ് ചെയ്ത ഉടനെ തന്നെ അത് തൗബ ചെയ്ത് പശ്ചാത്തപിക്കാനുള്ള ശ്രമം ഉണ്ടാക്കണം. അപ്പോൾ എല്ലാം ധൃതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയുള്ളത്. കാരണം ഇതൊന്നും വെച്ച് നീട്ടേണ്ടതല്ല. ഇപ്പോൾ നമ്മുടെ സമയങ്ങൾ അതിങ്ങനെ നിമിഷങ്ങളായി, പിന്നെ മണിക്കൂറുകളായി, ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി പോവുകയാണല്ലോ. കഴിഞ്ഞ 23 വിട പറഞ്ഞു, ഇപ്പോൾ 24ലേക്ക് കടന്നു. ഇംഗ്ലീഷ് കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾക്ക് പിന്നീടൊക്കെ ഒരു വിചാരണ വരും. ആ വിചാരണയ്ക്ക് മുമ്പ് സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. കഴിഞ്ഞ ഒരു വർഷം എൻ്റെ കെങ്കേകമായിരുന്നോ, മികവുറ്റതായിരുന്നോ, മനോഹരമായിരുന്നോ? അതല്ല, അത് തളർച്ചയുടേതാണ്, ക്ഷീണത്തിൻ്റേതാണ്, പരാജയത്തിൻ്റേതാണ് എന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടോ? ഈ ഒരു ചിന്തയും ആലോചനവും വളരെ പ്രസക്തമാണ്. സമയങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആരെയും കാത്തിരിക്കുന്നില്ലല്ലോ. അതിങ്ങനെ വന്ന് ഉടനെ തന്നെ നിശ്ചയിച്ച കാലം പോകും. കാലഘട്ടത്തെ ആർക്കും പിടിച്ചു നിർത്താൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ കാലഘട്ടത്തിൻ്റെ മഹത്വമൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട്. അവസാന ഭാഗത്തെ ഒരു സൂറത്തിൽ വൽ അസ്രി നമുക്കൊക്കെ സുപരിതമാണല്ലോ. കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു അള്ളാഹു, സൽക്കർമ്മങ്ങൾ ആരാണോ ചെയ്തത്, വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങളും ചെയ്തവരാരാണോ അവർ ഒഴികെ ബാക്കി എല്ലാവരും ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, വളരെ പരാജയമാണെന്ന് പറഞ്ഞ്. പരാജയത്തിനെ കൊണ്ട് മുക്തി നേടണമെങ്കിൽ നല്ല വിശ്വാസമുണ്ടാകണം, സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. അപ്പോൾ സൽക്കർമ്മങ്ങൾ വെച്ച് നീട്ടേണ്ടതാണോ? ആത്തമുൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു സന്ദേശം കൂടി നമുക്ക് ഒന്ന് അവസരം ചിന്തിക്കാം. ലാ യഅരിഫു, 4 കാര്യങ്ങൾ, അർബഅത്തുൻ ലാ യഅരിഫു ഖദ്റഹ ഇല്ലാ അർബഅ. 4 മഹത്വം വേറെ 4 വിഭാഗത്തിനെ അറിയൂ. ഖദ്ർ ശബാബ്, യുവത്വം, യൗവനം, അതിൻ്റെ മഹത്വം ലാ യഅരിഫു ഇല്ല ശുയൂഖ്, വയസ്സന്മാർക്കാണ് അറിയുക. പ്രായമാകുമ്പോൾ യൗവനത്തിൻ്റെ മഹത്വം മനസ്സിലാവും. ഖദ്ർ സിഹ ലാ യഅരിഫു ഇല്ലൽ മർള, രോഗികൾക്കാണ്, ആരോഗ്യം തകരുമ്പോഴാണ് ഉണ്ടായിരുന്ന ആരോഗ്യത്തിൻ്റെ വില അറിയുന്നത്. ഖദ്ർ ഹയാത്തി ലാ യഅരിഫു ഇല്ലൽ മൗത, ജീവിച്ചിരിക്കുന്ന കാലത്തിൻ്റെ മികവുള്ളതാക്കി തീർക്കേണ്ടതിൻ്റെ ആ അനിവാര്യത ബോധ്യപ്പെടുന്നത് മരിച്ചവർക്കാണ്. ഇമാം അവറുകളുടെ ഈ വാക്ക് ഇവിടെയാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൊക്കെ നമുക്ക് ഇഗ്തനിം ഖബ്ല ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യം വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കണമെന്നില്ലേ? അതിലൊക്കെ ഉണ്ടല്ലോ യൗവനം, അത് ഉപയോഗപ്പെടുത്തണം, ആരോഗ്യം ഉപയോഗപ്പെടുത്തണം, ജീവിതം ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടല്ലോ. മനുഷ്യർ അശ്രദ്ധരായി കഴിയുകയാണ്. എത്ര പറഞ്ഞാലും, എത്ര അത് കേട്ടാലും, ഉത്ബോധനം കേട്ടാലും സമയങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ കളയും. അതിൻ്റെ വില മനസ്സിലാക്കില്ല. അല്ലെങ്കിൽ അതെന്തെങ്കിലും പടച്ചവന് പൊരുത്തമില്ലാത്ത കാര്യത്തിലൊക്കെ ആയിട്ടാണ് ചിലരൊക്കെ അതിനെ ദുർവിനിയോഗം ചെയ്യുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മക്ഹൂലുശാമി എന്ന റഹ്മത്തുള്ളാഹി മഹാനവറുകൾ പറയുകയാണ്, മൻ ആവാ ഇലാ ഫിറാശിഹി, ഒരാൾ വിരിപ്പിലേക്ക് കിടക്കാൻ, ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യംബഗി അൻ യതഫക്കറ ഫീമാ സനഅ ഫീ യൗമിഹി, അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക, ഒരു പുനരാലോചന, ഒരു തിരിഞ്ഞു നോട്ടം. ഇപ്പോൾ നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് കടന്നുകൊണ്ട് അവസരോചിതം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻകാന അമല ഫീ ഖൈറൻ, നല്ല കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പകൽ ചെയ്തത്, എന്നാൽ അഹമ്മദുല്ലാഹ തആല അലാദാലിക, പടച്ചവനൊക്കെ അവൻ സ്തുതിക്കണം. എനിക്ക് നന്മ ചെയ്താൻ കഴിഞ്ഞല്ലോ, അള്ളാഹുവിന് തൗഫീഖ് ചെയ്തല്ലോ എന്ന സന്തോഷം. വൈൻ അമല ദമ്പൻ, അല്ല എന്തെങ്കിലുമൊക്കെ പടച്ചവന് ഇഷ്ടമില്ലാത്ത പാപങ്ങൾ വന്നു ചേർന്നോ, പ്രവർത്തിച്ചോ, എന്നാൽ ഇസ്തഗ്ഫർ അല്ലാഹ മിൻഹു വറജഅൻ ഖരീബൻ, വേഗം അതിൽ നിന്ന് പിന്മാറുക, പടച്ചവനോട് പൊറുക്കലിനെ തേടുക. അപ്പോൾ ഇത് ഫൈലം ഫൈൽ, ഇത് ചെയ്യാൻ അവൻ തയ്യാറില്ലെങ്കിലോ, കാനക മിസ്ലി താജിരി ലദീ യുൻഫിഖു
വലാ യഹ്സബു ഹത്താ യഫ്ലിസ വലാ യശ്ഉറ. ഒരു കണക്കൊന്നും വെക്കാതെ കുറേ കാശൊക്കെ ചിലവാക്കി ഒരു കച്ചവടം ചെയ്യും, അവൻ്റെ അടുത്ത് യാതൊരു ഹിസാബും കണക്കുമില്ല, പിന്നെ അവൻ പാപ്പരായി മാറും, ഇതുപോലെയായി തീരും എന്ന് മഹത്തുക്കൾ പറയുകയാണ്. അപ്പോൾ എപ്പോഴും ഒരു തിരിഞ്ഞു നോട്ടം വേണം. സമയങ്ങളിങ്ങനെ സഅത്തു സമാനീലിം അറാക്കിയ ഖീമ കുന്തി വലൂദൻ ലിദ്ജാലി ഖദീമ. മഹത്തുക്കളുടെ കവിതയിൽ കാണാം, ഞാൻ കാലഘട്ടത്തോട് ചോദിച്ചു, എന്താണ്, അല്ല എന്താ നീ ഇപ്പം ഇങ്ങനെ മെച്ചിപ്പെണ്ണായി മാറിയത്, ഒരു പ്രസവശേഷിയൊന്നുമില്ലല്ലോ. കുന്തി വലൂദൻ, നീ നല്ല നല്ല ആൺകുട്ടികളെ മിടുക്കന്മാരെ യോഗ്യന്മാരെയൊക്കെ പ്രസവിച്ചതാണല്ലോ, ഇപ്പം എന്തു പറ്റി? കാലത്തിൽ അന്നീ കത് കബീർത്തു വഖദ്ദന റഹീലുൻ ഇൽ ഹുറാ വസിർതു സഖീമാ. എൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോയി, എനിക്ക് വയസ്സായി, ഇതാ ഞാൻ യാത്രയ്ക്ക് ഒരുങ്ങി ഇരിക്കുകയാണ് എന്ന് കാലഘട്ടം മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഹദീസിൽ തന്നെ നമുക്ക് വായിക്കാം, നല്ല നല്ല മഹത്തുക്കൾ പൂർവ്വകാലത്തുണ്ടായെങ്കിൽ പിന്നീട് വരുന്നവർ അതിനേക്കായും മികവ് കുറഞ്ഞവർ, പിന്നീട് വരുന്നവർ അതിനേക്കായും ഭക്തി കുറഞ്ഞവർ. ഇന്നത്തെ കാലഘട്ടമോ വളരെ അപകടകരമാണ്. ഇബ്നു മസ്ഊദ് തങ്ങൾ റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സയതിയനാസ് യമാനുൻ, ഒരു കാലഘട്ടം ഇവിടെ വരും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞെന്താ, ഒരു ദീൻ, അവൻ്റെ ദീനിനെ അവനക്ക് രക്ഷിക്കണമെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് വേറെ ഗ്രാമത്തിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മലയിൽ മറ്റു മലയിലേക്ക്, ഇങ്ങനെ കുറുനരി ഓടുന്ന മാതിരിയൊക്കെ ഓടേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞു. മത്തായി റസൂലുള്ള, ഇതെപ്പോഴാണ് അള്ളാഹിൻ്റെ റസൂൽ കാലഘട്ടം? അനുജന്മാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, നബി സല്ലല്ലാഹു തങ്ങൾ പറയാണ്, ഇദാലം തനൽ മഈശത്ത ഇല്ലാ ബിമആസില്ല, ജീവിക്കണമെങ്കിൽ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത ദോഷങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടം വരും. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നാൽ ഒരുപക്ഷെ അവൻ വൈവാഹിക ജീവിതത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ സഹാബത്ത് വെച്ചു, വൈവാഹിക ജീവിതം നല്ല കാര്യമാണെന്ന് അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. അപ്പോൾ നബി തങ്ങൾ അതിന് പറയാണ്, ഇതാക്കാന ദാലിക സമാനു, ഈ ഒരു കാലഘട്ടം വന്നാൽ കാന ഹലാഖുർ റജുലി യദി അബവൈഹി, ചിലപ്പോൾ ഈ ദീനുള്ള മനുഷ്യൻ്റെ നാശം അവൻ്റെ മാതാപിതാക്കൾ വഴിയാവും, ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ഭാര്യ വഴിയാവും, അല്ലെങ്കിൽ അവൻ്റെ മക്കൾ വഴിയാവും. ഇതൊന്നുമില്ലെങ്കിൽ ഫഇല്ലം യകുൻ ഫഅല യദൈ ഖറാബത്തിഹ, അവൻ്റെ കുടുംബക്കാരുടെ വഴിയാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അള്ളാഹിൻ്റെ റസൂലേ? അപ്പോൾ നബി സല്ലല്ലാഹു തങ്ങൾ വിശദീകരിച്ചു, ഇവനെ ആ മറ്റുള്ളവർ, എടാ ദരിദ്ര, നിൻ്റെ കയ്യിൽ ഒന്നുമില്ല, നീ എന്തിനാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ ഇവനക്ക് വിഷമം വരും. അപ്പോൾ വേത്തഫൽ കല്ലഫു മാല യുത്തീഖു, അവനക്ക് സാധ്യമല്ലാത്ത അല്ലെങ്കിൽ അരുതാത്ത നല്ലതല്ലാത്ത ചില കാര്യങ്ങൾക്ക് അവൻ പ്രവർത്തിക്കേണ്ടി വരും ജീവിക്കാൻ വേണ്ടി, ഇങ്ങനെ മറ്റുള്ളവർ ആക്ഷേപം കേൾക്കുമ്പോൾ. നമ്മൾക്ക് ഇതൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങളല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. അത് മക്കളെ വിഷമിപ്പിക്കും, ഭർത്താവിനെ വിഷമിപ്പിക്കും, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മാതാപിതാക്കൾ തന്നെ മക്കളെ, നീ എന്താ വെറുതെ ഇങ്ങനെ നടക്കണേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശകാരങ്ങൾ കേട്ടുകൊണ്ട് മക്കൾ വിഷമിക്കുന്ന ഒരു കാലം. അപ്പോൾ പടച്ചവനക്ക് പൊരുത്തമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ നിർബന്ധരാകുകയാണെങ്കിൽ ദീനിനെ പിടിച്ചു നിർത്തണം. ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ്. ഇപ്പോൾ നാം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വളരെ അപകടകരമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ദീൻ രണ്ടാമത്തെ സ്ഥാനമാണ്. ഇപ്പോൾ ഇവിടെ കല്യാണം തന്നെ വേണ്ടാൻ വയ്ക്കേണ്ടി വരും എന്ന ഒരു ഹദീസിൻ്റെ വാചകം ശ്രദ്ധിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം വൈവാഹിക വേദികളെക്കുറിച്ചൊക്കെയാണ് സൂചിപ്പിച്ചത്. എന്തുമാകാം, എങ്ങനെയുമാകാം. അള്ളാഹ് എന്ത് പറഞ്ഞു, ഖുർആൻ എന്ത് പറഞ്ഞു, പ്രവാചകൻ്റെ താല്പര്യം എന്ത്, ഇതൊന്നും ഇന്ന് മുസ്ലിമിന് പോലും ചിന്തയില്ല. ഇതിനാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്? സമയങ്ങൾ തുലയ്ക്കാനല്ല, പടച്ചവൻ്റെ പൊരുത്തക്കേട് നേടാനല്ല. അള്ളാഹു പറഞ്ഞതനുസരിച്ച് കൊണ്ട് അവൻ്റെ അടിമകൾ പ്രവർത്തിക്കണം. ഓരോ നിമിഷങ്ങളും വളരെ ധന്യമാകണം, സമ്പന്നമാകണം, മഹത്വപൂർണ്ണമാകണം. അതിന് നാം പഠിക്കുക, ചിന്തിച്ചു കൊണ്ടിരിക്കുക, ആലോചിക്കുക, വീണ്ടും ആലോചിക്കുക. അങ്ങനെ എൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി പുണ്യകർമ്മങ്ങൾ ഏർപ്പെടുക. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.